Good morning. Question number 1. If vaccines have been stored incorrectly, അതായത് ഈ വാക്സിൻസ് ശരിയായ രീതിയിലല്ല സൂക്ഷിച്ചിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതെങ്കിൽ നമുക്ക് ആൻസർ ഓപ്ഷൻസ് വായിക്കുന്നതിന് മുന്നേ എക്സ്ട്രാക്റ്റിലേക്ക് പോകാം. മാനുവൽ എക്സ്ട്രാക്ട് എഫക്റ്റീവ് കോൾഡ് ചെയിൻ. The cold chain is a system of transporting and storing vaccines within the temperature range of +2 degrees Celsius to +8 degrees Celsius from the place of manufacture to the point of administration. അപ്പോൾ ഈ കോൾഡ് ചെയിൻ എന്ന് പറയുന്നത് അതൊരു സിസ്റ്റമാണ്. സിസ്റ്റം ഓഫ് ട്രാൻസ്പോർട്ടിങ്. ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് കോൾഡ് ചെയിൻ എന്ന് പറയുന്നത്. അത് എവിടെ നിന്ന് എങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് പോയിന്റിൽ നിന്ന് അഡ്മിനിസ്ട്രേഷൻ പോയിന്റിലേക്ക്. ഇനി അതിനിടയ്ക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് +2 ഡിഗ്രി സെൽഷ്യസിനും +8 ഡിഗ്രി സെൽഷ്യസിനും ഇടയിലായിരിക്കും. ഇത് 2 താഴെയോ 8 മേലേക്ക് പോകാതെ സൂക്ഷിക്കുന്ന ആ ഒരു പ്രോസസ്. Maintenance of the cold chain is essential for maintaining vaccine's potency and in turn vaccine effectiveness. അതായത് മെയിൻ്റെനൻസ് ഓഫ് ദ കോൾഡ് ചെയിൻ ഈസ് എസെൻഷ്യൽ. ഈ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിനിങ് എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒന്നാണ്. എന്തിനു വേണ്ടി? വാക്സിൻ പൊട്ടൻസി. പൊട്ടൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ പവർ ഓഫ് സംതിങ്, അതിൻ്റെ ഒരു കഴിവ് അല്ലെങ്കിൽ അതിൻ്റെ ആ പൊട്ടൻസി നിലനിർത്താനായിട്ടും അതിൻ്റെ എഫക്റ്റീവ്നെസ് നിലനിർത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ വാക്സിൻ ഒരിക്കലും 2 ഡിഗ്രി സെൽഷ്യസിന് താഴെയോ 8 ഡിഗ്രി സെൽഷ്യസിന് മേളിലോ പോകാനായിട്ട് പാടില്ല. Purpose-built vaccine refrigerator (PBVR) are the preferred means of storage for vaccines. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഉള്ള ഒരു റെഫ്രിജറേറ്ററിനകത്ത് എന്ത് ചെയ്യില്ല, ഈ വാക്സിൻസ് സൂക്ഷിക്കത്തില്ല. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് തയ്യാർ ചെയ്യപ്പെട്ട റെഫ്രിജറേറ്റേഴ്സ് ആണ് ഉപയോഗിക്കുന്നത്. Domestic refrigerators are not designed for the special temperature needs of vaccine storage. നമ്മൾ ആദ്യം പറഞ്ഞ കാര്യം തന്നെ, നമ്മുടെ ഈ ഡൊമസ്റ്റിക് യൂസിന് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഡൊമസ്റ്റിക് റെഫ്രിജറേറ്റേഴ്സ് ഒരിക്കലും ഈ ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്യപ്പെട്ടതല്ലാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇത് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് അതിൻ്റെ ആവശ്യത്തിനായിട്ട് പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള PBVR വേണം ഉപയോഗിക്കാനായിട്ട്. Despite best practices, cold chain breaches sometimes occurs. നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ചില സമയത്ത് ഈ കോൾഡ് ചെയിൻ ബ്രീച്ചസ് സംടൈംസ് occurs. ഈ ബ്രീച്ച് എന്ന് പറഞ്ഞാൽ വിടവ്, പൊട്ടല്, ഡാമേജ് എന്നൊക്കെ പറയാം. അപ്പം നമ്മൾ എത്ര ശ്രദ്ധിച്ചാലും ഈ കോൾഡ് ചെയിൻ എന്ത് ചെയ്യാം? പൊട്ടാം, അല്ലെങ്കിൽ അതിന് പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഓക്കെ, അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ do not discard or use any vaccines exposed to temperature below +2 degrees Celsius and above 8 degrees Celsius. അതായത് കോൾഡ് ചെയിൻ പൊട്ടുക അല്ലെങ്കിൽ കേടുവരിക എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ടെമ്പറേച്ചർ കൂടിപ്പോകും അല്ലെങ്കിൽ ടെമ്പറേച്ചർ കുറഞ്ഞു പോകും. അങ്ങനെ 2 ഡിഗ്രി സെൽഷ്യസിന് താഴെയോ 8 ഡിഗ്രി സെൽഷ്യസിന് മേളിലേക്കോ ഈ ടെമ്പറേച്ചർ പോവുകയാണെങ്കിൽ ആ ഇതിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന വാക്സിൻസ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഡിസ്കാർഡ് ചെയ്യാനോ യൂസ് ചെയ്യാനോ പാടില്ല വിതൗട്ട് ഒബ്റ്റെയിനിങ് ഫർദർ അഡ്വൈസ്. ഇത് എന്ത് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വി ഹാവ് ടു ഗെറ്റ് ഫർദർ അഡ്വൈസ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഐസൊലേറ്റ് വാക്സിൻസ് ആൻഡ് കോൺടാക്ട് ദ സ്റ്റേറ്റ് ഓഫ് ടെറിട്ടറി പബ്ലിക് ഹെൽത്ത് ബോഡീസ് ഫോർ അഡ്വൈസ് ഓൺ ദ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം വാക്സിൻസ് ആൻഡ് ദ മാനുഫാക്ചേഴ്സ് ഫോർ പ്രൈവറ്റ്ലി പർച്ചേസ്ഡ് വാക്സിൻസ്. ഇപ്പം നമ്മൾ പ്രൈവറ്റ് ആയിട്ടല്ല ഇത് പർച്ചേസ് ചെയ്തിരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ വാക്സിൻസിനെ ഐസൊലേറ്റ് ചെയ്യണം. അതായത് ഒരു സ്ഥലത്തേക്ക് മാറ്റി ഒറ്റയ്ക്ക് കൂട്ടത്തിലല്ലാതെ മാറ്റി വെക്കണം, സെപ്പറേറ്റ് ചെയ്യണം. എന്നിട്ട് കോൺടാക്ട് ദ സ്റ്റേറ്റ് ഓർ ടെറിട്ടറി പബ്ലിക് ഹെൽത്ത് ബോഡീസ് ഫോർ അഡ്വൈസ് ഓൺ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം. ഈ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാമിനെ നമ്മൾ വിളിച്ചിട്ട് അവരിൽ നിന്ന് അഡ്വൈസുകൾ തേടണം. ഇനി നമ്മളിത് പ്രൈവറ്റ് ആയിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്, വി ഹാവ് ടു കോൺടാക്ട് ദ മാനുഫാക്ചറർ. അത് ഉണ്ടാക്കിയ വാക്സിൻ ഉണ്ടാക്കിയ മാനുഫാക്ചറേഴ്സ്, ആ കമ്പനിയെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നു. ക്ലിയർ? ഇനി നമുക്ക് ക്വസ്റ്റ്യൻ കൂടെ വായിക്കാം. ഇഫ് വാക്സിൻസ് ഹാവ് ബീൻ സ്റ്റോർഡ് ഇൻകറക്ട്ലി, ഈ പറയുന്ന വാക്സിൻസ് നമ്മൾ ശരിയായ രീതിയിലല്ല സൂക്ഷിച്ചിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നതെങ്കിൽ, ഇറ്റ് ഷുഡ് ബി റിപ്പോർട്ടഡ്. നമ്മൾ എന്ത് ചെയ്യണം? അത് റിപ്പോർട്ട് ചെയ്യണം. ദിസ് ഷുഡ് ബി റിപ്പോർട്ടഡ്. അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ ആ ലാസ്റ്റ് താഴെ നിന്ന് 3-ാമത്തെ 1, 2, 4-ാമത്തെ ലൈൻ നോക്കിക്കഴിഞ്ഞാൽ, do not discard or use any vaccines exposed to temperature below 2 degrees Celsius or above 8 degrees Celsius without obtaining further advice. അതായത് നമുക്ക് ഫർദർ അഡ്വൈസ് കിട്ടാതെ നമ്മളതിനെ ഒന്നും ചെയ്യാനായിട്ട് ഉപയോഗിക്കാനായിട്ടോ അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യാനായിട്ടോ പാടില്ല. അപ്പോൾ ഉപദേശം കിട്ടണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു
റിപ്പോർട്ട് ദാറ്റ് പ്രോഗ്രാം അല്ല റിപ്പോർട്ട് ദാറ്റ് ഇൻസിഡന്റ്. നമ്മൾ ആ ഒരു സംഭവം മേലിലോട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഉപദേശം കിട്ടുകയുള്ളൂ. അപ്പം ദിസ് ഷുഡ് ബി റിപ്പോർട്ടഡ് എന്ന് പറയുന്ന ആൻസർ നമുക്ക് ഒരു പരിധി വരെയും ശരിയാണെന്ന് വിചാരിക്കാം. നമ്മളതിനെ ഉറപ്പിക്കുന്നില്ല. വി ആർ കീപ്പിംഗ് വിത്ത് ആസ് എ ക്വയറി ആൻഡ് നമ്മൾ ബിയിലേക്ക് പോകുന്നു. ഓപ്ഷൻ ബി പറയുന്നത് സ്റ്റാഫ് ഷുഡ് ഡിസ്പോസ് ഓഫ് ദം സെക്യൂർലി. വളരെ സെക്യൂർ ആയിട്ട് സുരക്ഷിതമായിട്ട് അത് ഡിസ്പോസ് ചെയ്യണമെന്നാണ് ഓപ്ഷൻ ബി പറയുന്നത്. സെയിം സെന്റൻസ് നമ്മൾ മുമ്പേ വായിച്ച സെന്റൻസ് തന്നെ ഡു നോട്ട് ഡിസ്കാർഡ്, നശിപ്പിക്കരുത് എന്ന് അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഓപ്ഷൻ ബി ഡിസ്പോസ് ചെയ്യാൻ നേരെ എതിരൂട് കാര്യം പറയുന്നത് കൊണ്ട് ഓപ്ഷൻ ബി നമ്മൾ എലിമിനേറ്റ് ചെയ്യുന്നു. ഇനി നമ്മൾ ഓപ്ഷൻ സിയിലേക്ക് പോവാണ്. ദേ ഷുഡ് ബി സെൻഡ് ബാക്ക് ടു ദ സപ്ലയർ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഡു നോട്ട് ഡിസ്കാർഡ് ഓർ യൂസ് വാക്സിൻസ് എക്സ്പോസ്ഡ് ടു ടെമ്പറേച്ചർ ബിലോ +2 and +8 without obtaining further advice. Isolate the vaccines and contact the manufacturers or territory for advice. അതൊരിക്കലും തിരിച്ചു കൊടുത്ത് വിടണം. ഷുഡ് ബി സെൻഡ് ബാക്ക് എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. പിന്നെ ആകെ പറഞ്ഞേക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ആയ ദിസ് ഷുഡ് ബി റിപ്പോർട്ടഡ്. നമ്മൾ അത് എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ മേലിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ, ദിസ് ഷുഡ് ബി റിപ്പോർട്ടഡ്. ക്ലിയർ? If you have any queries, please contact us. Thank you.